ഇന്ന് നമുക്ക് സ്വർണം വാങ്ങിക്കുന്നതിനെ പറ്റിയും സ്വർണത്തിനെ പറ്റിയും സംസാരിക്കാം. സ്വർണം വിൽക്കുന്നതിനും വാങ്ങിക്കുന്നതിനെ പറ്റിയൊക്കെ സംസാരിക്കാം. സ്വർണം പലരും കരുതിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഒരു സ്വർണം പെട്ടെന്ന് ഈസിയായിട്ട് വിൽക്കാൻ പറ്റുന്നതുകൊണ്ട് വാങ്ങിച്ചു വെച്ചിരുന്നു കഴിഞ്ഞാൽ അത്യാവശ്യം വരുമ്പം അത് കൊടുക്കാൻ പറ്റും. പക്ഷേ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ സ്ത്രീകൾ ആഭരണങ്ങളായിട്ട് സ്വർണം വാങ്ങിച്ചു കഴിഞ്ഞാൽ ഭർത്താക്കന്മാർ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ന്യായമായിട്ട് വെള്ളമടിക്കാനോ അങ്ങനത്തെ നില കൊണ്ട് കളയാനോ അല്ല, എന്തെങ്കിലും ആവശ്യത്തിന് സ്വർണ്ണാഭരണം ചോദിച്ചു കഴിഞ്ഞാൽ അവർ കൊടുക്കത്തില്ല. കൊന്നാ കൊടുക്കില്ലെന്ന് പറയാനുള്ള കണ്ടീഷനാണ്. എന്തെല്ലാം കാര്യങ്ങളുണ്ടെങ്കിലും ഇവരിത് കൊടുക്കില്ല. അപ്പോൾ പിന്നെ എന്താണ് എങ്ങനെയാണ് ഇവർ പറയാൻ കാരണം? ഇത് സ്വർണം വാങ്ങിച്ചു വെച്ച ഒരു അത്യാവശ്യത്തിന് സ്വർണം വിൽക്കാൻ പറ്റുന്നില്ല, അല്ലേ അത് പണയം വയ്ക്കുന്നത് ഭയങ്കര നഷ്ടമാണ് കേട്ടോ. സ്വർണം പണയം വെച്ചിട്ട് അതിന് ഇൻട്രസ്റ്റ് കൂടെ കൊടുക്കുകയാണ്. ഈ സ്വർണത്തിൻ്റെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ സ്വർണ്ണം നമ്മൾ ബിസ്ക്കറ്റായിട്ട് വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സീൽഡ് ബിസ്ക്കറ്റ്സ് ഉണ്ട്, അത് പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത് എടുക്കുന്ന ഭയങ്കര പാടാണ്. അവർ കൊണ്ടുവന്ന് അത് ഇതിങ്ങനെയാണ് മറ്റേയാണ് മറിച്ച് നമ്മൾ ഈ സീലോടുകൂടി വെക്കണം. പിന്നെ അത് ഉപയോഗിക്കാൻ ഒരു ആഭരണം എന്നുള്ള നിലയിൽ, ഒരു ഭംഗി ഉപയോഗിക്കാനുള്ള ആഭരണം എന്ന നിലയിലും അത് കൊള്ളൂല. പിന്നെ അടുത്ത് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ പറഞ്ഞ പോലെ ഇതാണ് ഇതിൻ്റെ ഒരു വലിയ പ്രശ്നം. അതുപോലെ ഈ സ്വർണത്തിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്, ഇപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഞാനിപ്പോൾ ജനിക്കുമ്പം സ്വർണത്തിന്, അതായത് 1961 പവൻ്റെ വില 50 രൂപയാണ്. അന്ന് തന്നെ നമ്മൾ 1 സെൻറ്റ് സ്ഥലം പണ്ട് അവിടെ വാങ്ങിച്ച സെൻറ്റിന് 50 രൂപയാണ്. ഒരു 6 വർഷം മുമ്പ് നമ്മളത് കൊടുത്തപ്പോഴത്തേക്കും 1 സെൻറ്റ് സ്ഥലത്തിന് 4,75,000 രൂപ വരെ കിട്ടി. 1 സെൻറ്റ് ഒരു പവൻ സാധനം 4 വർഷം മുമ്പ് കൊടുത്തപ്പോഴത്തേക്കും നമുക്ക് കൂടി പറഞ്ഞാൽ ഒരു 24,000 25,000 രൂപ കിട്ടും. അപ്പോൾ എത്ര ഇരട്ടി മൾട്ടിപ്ലൈ എന്ന് നിങ്ങൾ ഊഹിച്ചോ. അപ്പോൾ സ്വർണ്ണമാണോ സ്ഥലമാണോ ലാഭം എന്ന് ആലോചിച്ച് നോക്കുക. സ്വർണത്തിൻ്റെ വാല്യൂ അത്രയേ കൂടിയുള്ളൂ. അപ്പോൾ അതിനകത്തൊന്ന് ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ യഥാർത്ഥത്തിൽ ഭയങ്കര നഷ്ടമാണ്. 10 സെൻറ്റ് സ്ഥലം നമ്മൾ വാങ്ങിച്ചു കൊടുത്തപ്പോൾ അതിന് 15 സെൻറ്റ് സ്ഥലത്തിന് അയച്ച് നമുക്ക് 1 കോടി രൂപ അടുപ്പിച്ചാൽ കിട്ടി. അതേസമയം ഇതാണെങ്കിൽ നമുക്ക് 10 പവൻ്റെ 20 പവനാണെങ്കിൽ തന്നെ നമ്മൾ ആലോചിക്കുക എത്ര രൂപ കിട്ടുമെന്ന്. അപ്പോൾ അത്രയ്ക്കും ഒരു പ്രശ്നമാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഈ പണിക്കൂലി എന്ന് പറഞ്ഞിട്ട് ഇവർ പറയും 3% 4% പണിക്കൂലി എന്നൊക്കെ പറഞ്ഞ് അഡ്വർടൈസ്മെൻറ്റിൽ കാണും. നമ്മളങ്ങോട്ട് ചെന്ന് നോക്കുമ്പോഴത്തേക്കും, ആഭരണത്തിൽ പോയി നോക്കുമ്പോഴത്തേക്കും ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു കാശിനും കൊള്ളാത്ത, അല്ലെങ്കിൽ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഫാഷനിലുള്ളതാണ്. ബാക്കി എല്ലാത്തിനും പണിക്കൂലി 25-30% പണിക്കൂലി എല്ലാത്തിനും. അതുപോലെ തന്നെ മാറ്റ് കുറഞ്ഞ, അതായത് 18 ക്യാരറ്റ് എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ 14 ക്യാരറ്റ് എന്ന് പറയുന്ന സ്വർണ്ണം നമ്മൾ വാങ്ങിക്കാൻ പോകുമ്പോഴേ അതിനകത്ത് നല്ല ഡിസൈൻസ് ഉള്ളൂ, നല്ല ഭംഗിയുള്ളതും മോഡേൺ ഫാഷനിലിരിക്കുന്ന ഡിസൈൻസും ഉള്ളൂ. പക്ഷേ അതിൻ്റെ പണിക്കൂലിയൊക്കെ കേട്ടാൽ നിങ്ങൾ ഞെട്ടും. 32-33%. അതായത് നമുക്ക് അതിനകത്ത് 50,000 രൂപയുടെ സ്വർണ്ണം ഉണ്ടെങ്കിൽ നമ്മൾ ഏകദേശം വന്നിട്ട് 18,000 രൂപ പണിക്കൂലി കൊടുക്കണം. അതാണ് അത്രയ്ക്കും 18,000-ന് മുകളിൽ പണിക്കൂലി കൊടുക്കണം. അപ്പം അത് നമ്മൾ അത്രയും സ്വർണത്തിൻ്റെ വില കൂടണമെങ്കിൽ വർഷങ്ങളെടുക്കുമ്പോഴേ നമ്മൾ വാങ്ങിച്ച സ്വർണവും അത് കഴിഞ്ഞിട്ട് വിൽക്കുമ്പോഴത്തേക്ക് ഈ പണിക്കൂലിയുടെ പൈസയും കൂടെ മുതലാവുള്ളൂ. അപ്പോൾ പിന്നെ എന്താണ് അതിനുള്ള പ്രയോജനം? പിന്നെ നമ്മൾ സ്വർണ്ണം നോർമലി ഇപ്പോൾ നമുക്കൊരു ഭംഗിക്ക് വേണ്ടി ഒരു നൈസ് ചെയിനും, അല്ലെങ്കിൽ ഒരു ചെറിയൊരു വളയും, ഒരു കമ്മൽ, അല്ലെങ്കിൽ ഒരു മോതിരം, ഇതൊക്കെ ആണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. അത് നമുക്ക് ഭംഗിക്ക് വേണ്ടി ഉപയോഗിക്കണം. അല്ല അസറ്റ് എന്നുള്ള നിലയിൽ ഇതെടുത്തിട്ടാൽ എന്തായാലും ഗ്യാരണ്ടി ആയിട്ട് നഷ്ടമാണ്. അതുപോലെ തന്നെ ഇത് പെട്ടെന്ന് വിറ്റ് കാശാക്കാന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളിത് കൊണ്ട് ചെല്ലുമ്പം അവൻ ആദ്യം നമ്മുടെ മുഖത്ത് നോക്കും, ഇതാരാണ്, എവിടെ നിന്നാണ് കൊണ്ടുവരുന്നത്, പിന്നെ അത് കഴിഞ്ഞ് ഇത് മോട്ടിച്ചാണോ, അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ്, അത് ഉരച്ച് നോക്കി. ഇങ്ങനെ കുറേ കാര്യം കടന്നാൽ ഈ സാധനം വിറ്റ് കഴിഞ്ഞാൽ കാശാക്കാൻ പറ്റും. അതാണ് അതിനേക്കാളും വിറ്റ്. അപ്പം ശരിക്കും സ്വർണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നൊക്കെ ശരിക്കും ആലോചിച്ച് വേണം ചെയ്യാനായിട്ട്. ഇതാണ് പ്രശ്നം. പിന്നെ അതുപോലെ ഈ നമ്മുടെ ഡയമണ്ട് പതിച്ചതൊക്കെ ചെന്ന് എടുത്തു കഴിഞ്ഞാൽ ഇവരൊക്കെ അബ്നോർമലായിട്ടാണ് ഇതിനകത്ത് വിലകൾ വരുന്നത്. ഈ സാധനത്തിനൊക്കെ റൂബിക്കും എമറാൾഡ് എന്നൊക്കെ പറഞ്ഞിട്ട് സാധനങ്ങൾക്ക് ഭയങ്കര വിലയാണ്. അത് തിരിച്ചു കൊടുത്താൽ പൈസയും കിട്ടൂല. അതുപോലെ എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞാണ്, ഒരുപാട് ഡയമണ്ട് ഉള്ള നെക്ലസ്സിൽ, അല്ല അങ്ങനത്തെ ഇല്ലാത്ത ഒരുപാട് റൂബിയുള്ള നെക്ലസ്, അതുപോലെ തന്നെ എമറാൾഡ് ഉള്ള നെക്ലസ്സിലൊക്കെ കുറേ ഏതെങ്കിലും സിന്തറ്റിക് ആയിരിക്കും, ഒരു 10%. ബാക്കിയെല്ലാം ആരും ഇത് ഒരു പ്രാവശ്യം വാങ്ങിച്ച കൊണ്ടുപോയി പിന്നെ ലോക്കറിൽ വയ്ക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷന് വെച്ചോ ചെയ്യുന്നതല്ലാതെ ഇതുകൊണ്ട് പരിശോധിക്കാനോ ഇത് വിറ്റ് കാശാക്കുമ്പം ഇതിനകത്ത് എന്തെങ്കിലും ഈ സാധനങ്ങൾക്ക് ഇതുണ്ടോ എന്നൊന്നും ഡയമണ്ട് ഒഴിച്ച് ഒന്നിനും തിരിച്ചുവിട്ട പൈസയും കിട്ടില്ല. അപ്പോൾ ഇതെല്ലാം കറക്റ്റ് ഒറിജിനലാണോ എന്നൊന്നും ആരും നോക്കത്ത് പോലുമില്ല.
അങ്ങനെയാണ് ഇതിൻ്റെ കോഴ്സുകൾ. അപ്പോൾ നിങ്ങൾ അഥവാ ഇങ്ങനെ വാങ്ങിക്കുന്നെങ്കിൽ തന്നെ ഭംഗിയുള്ള അതുപോലെ വേറൊരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഇപ്പം പുതിയ പിള്ളേർക്കൊന്നും ഈ ഗോൾഡ് കളർ വേണ്ട, അതിന് പകരം അലുമിനിയത്തിൻ്റെ കളറിൽ മതി. എന്താണോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പം അലുമിനിയം പ്ലേറ്റഡ് ആയിട്ടുള്ള പോലത്തെ കളറുള്ള വൈറ്റ് ഗോൾഡ് എന്ന് പറയുന്ന സാധനമാണ്. ആ റോസ് ഗോൾഡ് ആണെങ്കിൽ പിന്നെയും കാണാൻ കൊള്ളാം. ഇത് വൈറ്റ് ഗോൾഡ് എന്ന് പറയുന്ന സാധനം അതിനേക്കാളും നല്ല നിങ്ങൾ സിൽവറോ വെള്ളിയിലോ അല്ലെങ്കിൽ വില കുറഞ്ഞ ഏതെങ്കിലും ചെമ്പിനോ ഒക്കെ, ചെമ്പിട്ടാലും റോസ് ഗോൾഡ് പോലെ തോന്നുന്നു. ചെമ്പിനുള്ള ആഭരണ സാധനം. പക്ഷെ ചെമ്പും അലുമിനിയത്തിൻ്റെ ഒരു കുഴപ്പം അല്ല, ചെമ്പിൻ്റെയും ഇതുപോലെ ബാക്കി ലോകങ്ങളിലെ എല്ലാം കുഴപ്പം പെട്ടെന്ന് ചീത്തയാവും, ക്ലാവ് പിടിക്കും, അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും ആൾക്കാർ ഇടാത്തത്. പക്ഷേ എനിവേ പ്യുവർ സ്വർണ്ണമാണ് ഏറ്റവും ഭംഗി. പക്ഷേ നൈസായിട്ട് അത് നല്ല ഭംഗിയുള്ള രീതിയിൽ ഭംഗിയുള്ള ഷേപ്പിൽ ഇടുന്നതാണ് നല്ലത്. അതുപോലെ ഒരു ചെറിയ ഡയമണ്ട് അല്ലെങ്കിൽ ഒരു ചെറിയ അത് എക്സാക്ട്ലി അതിൻ്റെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കട്ട്, ക്ലാരിറ്റി, അതുപോലെ തന്നെ അതിൻ്റെ വെയിറ്റ് എല്ലാം അനുസരിച്ച് നോക്കിയിട്ട് അതിൻ്റെ വിലയും കൂടെ വെച്ച് നോക്കിയിട്ട് ഒരൊറ്റ ഡയമണ്ടൊക്കെയാണ് കാണാൻ സോളോ ഡയമണ്ട് എന്നൊക്കെ പറയും. പക്ഷെ നമ്മളിപ്പോൾ സോളോ ഡയമണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഏതെങ്കിലും അടുത്ത് പോയിട്ട് കാണാൻ കൊള്ളാമെന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ ഡയമണ്ടിന് മാത്രം അവന് 8 ലക്ഷം രൂപ 7 ലക്ഷം രൂപ ചോദിക്കും. അപ്പോൾ ഇതിൽ ശരിക്കും പറഞ്ഞാൽ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് വെറും നഷ്ടമാണ്. ഇതുപോലെ തന്നെ ഇപ്പോഴാണ് സ്വർണ്ണത്തിന് ഭീകരമായിട്ട് പെട്ടെന്ന് വില കൂടുന്നത്. കാരണം എന്തെന്ന് പറഞ്ഞാൽ ഈ കുറച്ച് പൈസ ഉള്ളവർക്ക് ഇപ്പോൾ ഒന്നിലും ഇൻവെസ്റ്റ് ചെയ്യാനില്ല. ഈ ഷെയറിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്താൽ ഈ പറഞ്ഞ പോലെയാണ്, കിട്ടിയാൽ കിട്ടിയില്ലെങ്കിൽ ഇല്ല എന്നുള്ളത്. അതും അങ്ങനെ ഭയങ്കരമായി ഷെയറിലൊന്നും പൈസ ഉണ്ടാക്കിയാലും ഞാൻ കണ്ടിട്ടില്ല. അതുവഴി പോയത് തന്നെ. പിന്നെ അതുപോലെ ലാൻഡ് വാങ്ങിക്കണമെങ്കിൽ കൂടുതൽ സ്ഥലം വേണം, കൂടുതൽ പൈസ കയ്യിൽ വേണം. അപ്പോൾ അത് അങ്ങനെ ആ രീതിയിൽ ലാൻഡ് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള കുറച്ച് പൈസ ഉണ്ടെങ്കിൽ പിന്നെ അടുത്ത് ഇടാൻ മാർഗം ഇപ്പം ചിട്ടിയിലുള്ള ഇടുക, അല്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ മാതിരി ഈ മറ്റേ നമ്മുടെ ഈ സ്വർണ്ണത്തിന് കുറച്ച് വാച്ച് സൂക്ഷിക്കാം. പക്ഷേ ഈ സ്വർണ്ണം വാച്ച് സൂക്ഷിച്ചിട്ട് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഭർത്താക്കന്മാരോ എല്ലാം ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും കൊടുക്കില്ല. അതാണ് അവർ ആദ്യം അവർ പറയുന്നത് എന്തിനും അത്യാവശ്യത്തിനെങ്കിൽ എടുക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞ് വാങ്ങിച്ചു വെച്ചതാണ്. അതിപ്പം നമ്മൾ നിത്യോപയോഗത്തിനുള്ള അല്ലെങ്കിൽ ഡേ ടു ഡേ യൂസ് എന്നുള്ള നൈസ് കാണാൻ ഭംഗിയുള്ളൊരു സാധനം ഇതിന് മാത്രമേ ഇതിനകത്ത് പൈസ മുടക്കാവൂ. അല്ലാതെ മുടക്കണൊക്കെ വെറും നഷ്ടമാണ്, വേസ്റ്റാണ്. കാരണം അതൊന്നും റിട്ടേൺ ഇല്ലാത്ത സാധനമാണ്. അതാണ്. പക്ഷേ ഇതാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്. കാരണം എന്തിലെങ്കിലും പൈസ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടൊരു സോഴ്സ് ഇല്ല നമുക്ക്. ആക്ച്വലി നമുക്ക് ഗുണമാണ്. അപ്പോൾ ബാങ്കിലൊക്കെ ഇട്ടാലും ബാങ്കുകളിൽ കിട്ടുന്ന ഇൻട്രസ്റ്റ് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഇൻഫ്ലേഷൻ റേറ്റ് എന്ന് പറയും. ഇൻഫ്ലേഷൻ റേറ്റ് നമ്മുടെ ആ സാധനങ്ങളുടെ വില കൂട്ടുമ്പോഴത്തേക്കും കൂടി വരുന്നതുകൊണ്ട് ബാങ്കിലിടുന്ന ഇൻട്രസ്റ്റ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്കത് കുറഞ്ഞു വരും. കാരണം എന്താ പറഞ്ഞാൽ ഇപ്പം ഇന്ന് 1 ലക്ഷം രൂപ കൊടുത്താൽ 10 സാധനം വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ ഇതേ സാധനം 2 വർഷം കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ പകുതി സാധനം വാങ്ങിക്കാൻ പറ്റുള്ളൂ. ഇൻട്രസ്റ്റ് ആകുമ്പോഴത്തേക്കും ഏകദേശം കാൽഭാഗമേ കൂടിയുള്ളൂ. അപ്പോൾ പിന്നെ ഭയങ്കര ആ ഗ്യാപ്പ് നോക്കും ഭയങ്കര നഷ്ടമാണ്. അപ്പം ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ ഇതിൽ ഇൻട്രസ്റ്റ് ആയിട്ടിരുന്നത് പിന്നെ ഒന്നും ചെയ്യാനില്ല എന്നുള്ള കണ്ടീഷനിലാണ് ഈ ബാങ്കിൽ ആൾക്കാർ കൊണ്ടിടുന്നതെന്നുള്ളത്. ബിസിനസ്സിൽ ഇറങ്ങിയാലും ഇതുപോലെ നമ്മൾ അറിഞ്ഞുകൂടാത്ത ബിസിനസ്സിൽ ഇറങ്ങിയ പൈസ പോകും. അതുകൊണ്ട് അതും കൊള്ളില്ല. അപ്പോൾ അങ്ങനെയാണ് കണ്ടീഷൻ. അപ്പോൾ സ്വർണത്തിൻ്റെ ഒരു രസകരമായ സ്വർണ്ണം നല്ല പിന്നെ സ്വർണം മാത്രമേ അലർജി വരാതിരിക്കുള്ളൂ. ബാക്കി എല്ലാത്തിനും ദേഹത്തിട്ട മിക്ക സാധനങ്ങൾക്ക് അലർജി ഉണ്ടാവാറുണ്ട്. വെള്ളിയാണെങ്കിലും പലതിനും അലർജി ഉണ്ടാവാറുണ്ട്. ചെമ്പിനാണെങ്കിലും വരാറുണ്ട്. ഇതിനും അങ്ങനെ വരാറില്ല. അതിൻ്റെ അതിനകത്ത് മെറ്റീരിയൽ ആയതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. ഇപ്പം സ്വർണത്തിൻ്റെ ഒരു പരസ്യം ഈയിടയ്ക്ക് കണ്ടതുകൊണ്ടാണ് ഇത് പറയാൻ കാരണം. അതിൽ ഒരു പണിക്കൂലി ഫ്രീ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. പണിക്കൂലി ഫ്രീ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോഴും ഈ പറഞ്ഞതുപോലെ അതിനകത്ത് കുറേ കള്ളത്തരങ്ങളുണ്ട്. ഈ യഥാർത്ഥത്തിൽ നമുക്കറിയാം 916 എന്ന് പറയുന്നത് 100 ഗ്രാം സ്വർണത്തിനകത്ത് 91.6 സ്വർണ്ണമേ ഉള്ളൂ. ബാക്കി 9.4% ചെമ്പാണ്. ആ ചെമ്പിൻ്റെ പൈസയ്ക്കാണ് അവർ നമ്മുടെ സ്വർണത്തിൻ്റെ പൈസയാണ് ചെമ്പിന് അവർ ചാർജ് ചെയ്യുന്നത്. കാരണം ചെമ്പോടെ ചേർത്താൽ മാത്രമേ സ്വർണ്ണമാക്കി നൂലാക്കി അല്ലെങ്കിൽ ആ ഷേപ്പിന് എന്തെങ്കിലും ആഭരണം ഉണ്ടാക്കി എടുക്കാൻ പറ്റുള്ളൂ. അപ്പം അതാണ് സ്വർണത്തിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ ഇതിൽ അട്രാക്റ്റ് കാണാൻ രസമാണ് ഇല്ലെന്നില്ല. സ്വർണം മാലകൾ നൈസ് പെൺപിള്ളേർക്ക് വളരെ നൈസായിട്ടുള്ള മാലകളും അതുപോലെ തന്നെ അതിനകത്തൊരു ഭംഗിയുള്ള എന്തെങ്കിലും ലോക്കറ്റ് കൊടുക്കുന്നില്ല. അതിന് മാത്രമേ പൈസ കൊടുക്കാം. കൂടുതലൊന്നും മുടക്കിയിട്ട് അർത്ഥമില്ല എന്ന് പറഞ്ഞാൽ ഇതാണ് അതിനൊരു വാല്യൂ എന്ന് പറയുന്ന സാധനം. ഈ പറഞ്ഞതുപോലെ കോഴ്സ് ഓഫ് ടൈം കിട്ടില്ല. അതുപോലെ തന്നെയാണ് ഈ കല്യാണത്തിനൊക്കെ ഇതുപോലെ. എന്തിനാണ് കല്യാണത്തിനൊക്കെ ഇത്രയും ആഭരണങ്ങളും കാര്യങ്ങളൊക്കെ ഒരൊറ്റ നെക്ലസ്? അത് ഈ പറഞ്ഞ കഴിയുന്നതും ഈ ഡയമണ്ട് ഒന്നും ഇല്ലാത്ത അത് പിന്നെ കൊടുത്താലെങ്കിലും പൈസ കിട്ടും. ഇപ്പോൾ അതിനേക്കാൾ വേറെ സ്റ്റൈൽ ഇതിനകത്ത് പെയിൻ്റ് അടിച്ച് പുത്തൻ സ്റ്റൈൽ എന്നൊക്കെ പറഞ്ഞ് പെയിൻ്റ് അടിച്ച് പല ഷേപ്പിലാക്കി തരും. അത് കാണാൻ ഭംഗിയുണ്ട്.
പക്ഷേ ഈ വാല്യൂ കുന്തൻ സ്റ്റൈൽ ആ പുറത്തടിച്ച പെയിൻറ്റ് കുറച്ച് നേരം കഴിഞ്ഞ് ഇളകി പോകും അല്ലെങ്കിൽ മങ്ങും ഒക്കെ ചെയ്യും. പക്ഷെ എന്നാലും സ്വർണ്ണത്തിന് യു വിൽ ഗെറ്റ് ദി വാല്യൂ. ഇപ്പം പണ്ടൊക്കെ ആണെങ്കിൽ പല ജ്വല്ലറികളും ഒരു ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിക്കുന്നത് അടുത്തടുത്ത് കൊണ്ടുപോയി അവിടെ കുറ്റം പറയുകയായിരുന്നു. ഇപ്പം അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. കാരണം ഈ സ്റ്റാൻഡേർഡ്സ് വന്നതോടുകൂടി എല്ലായിടത്തും ഒരു എല്ലാവർക്കും ഒരേപോലത്തെ പല പല സ്റ്റാൻഡേർഡ് ഇന്ത്യൻ ഗവൺമെൻറ് സർട്ടിഫൈഡ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ടായതുകൊണ്ട് അങ്ങനെ ജ്വല്ലറികൾ കുറ്റം പറയാൻ പറ്റില്ല. പക്ഷേ എന്നാലും ഇത് വിൽക്കാൻ പോകുമ്പോൾ ഇത്രയും നമ്മൾ നേരത്തെ ഇതൊരു കള്ള ലക്ഷണത്തോടു കൂടിയാണ് ആൾക്കാർ നോക്കുന്നത്. എന്തിനാണ് ഈ വയ്യാവയിലൊക്കെ ചെന്ന് താഴുന്നത്? അതിൻ്റെ ഒന്നും ആവശ്യമേ ഇല്ല. നമുക്കിപ്പോൾ അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ സ്ത്രീകളുടെ ഒരു ടെൻഡൻസിയാണ് ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ കൊടുക്കാനായിട്ട് അവർക്ക് ഉദ്ദേശമേ ഇല്ല. അവർ ഉപയോഗിച്ചില്ലെന്ന് ശരി, അത് അവിടെ വെറുതെ വെച്ചേക്കും. എന്താവശ്യം വന്നാലും ഉദ്ദേശം. ഇപ്പം അതുപോലെ തന്നെ പണയം കൊണ്ട് വെച്ചാൽ ഇതുപോലെയാണ്. പണയം കൊണ്ട് വെച്ചിട്ട് അവൻ പലിശ എല്ലാം കൊടുത്തിട്ട് നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന രൂപ എത്രയും പോകും. ആ സംഭവം അതിനേക്കാളും നല്ലത് വിറ്റ് കാശാക്കി പൈസ എടുത്തിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതാണ്. പണയം വാങ്ങിക്കുന്നവൻ്റെ ഇഷ്ടമാണ്. പണയം കയ്യിൽ കിട്ടുന്നവന്മാർ കോടാനുകോടി രൂപയുടെ സ്വർണ്ണം ഉണ്ടാക്കുക, അവരുടെ കുന്നുകൂടി സ്വർണ്ണം. ഇതാണ് ഇതിൻ്റെയൊക്കെ ചരിത്രങ്ങൾ. ഇതൊരു അട്രാക്ഷൻ മാത്രമാണ്, അതാണ് സത്യം. മഞ്ഞലോകം എന്ന് പറയുന്നൊരു സംഭവം, അതിനകത്തുള്ള അട്രാക്ഷൻ മാത്രമാണ് ഈ സാധനം. പിന്നെ ലാസ്റ്റിംഗ് ആണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ, ഈ കുറച്ച് ചെറിയൊരു ആഭരണമൊക്കെ അല്ലെങ്കിൽ കാണാനും ഭംഗിയാണ്, അത് സത്യമാണ്. അതിന് വേണ്ടി മാത്രമുള്ളത് മാത്രമേ നമ്മൾ ഉപയോഗിക്കേണ്ട കാര്യമുള്ളൂ. ബാക്കിയൊന്നും ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. അങ്ങനെയാണ് ഇതിൻ്റെയൊക്കെ പ്രൊസീജിയേഴ്സൊക്കെ ചെയ്യുന്നത്. പലരുമൊക്കെ ഭയങ്കര അത് പൈസ ഇപ്പോൾ ആക്ച്വലി പറഞ്ഞാൽ മിച്ചം കുറച്ച് പൈസ ഉണ്ട്, എന്തിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നൊരു വലിയ ഡിലമയാണ്. ഭയങ്കര പാടാണ്. നല്ല ബിസിനസ് ചെയ്യുന്നവരൊക്കെ പിന്നെയും ബിസിനസ്സിനകത്താണ്. പക്ഷേ ബിസിനസ്സിനകത്ത് ഇതുപോലെ പിന്നെയും പൈസ ഇറക്കി നമ്മൾ കുറച്ച് പൈസ കൈ വെക്കാതിരുന്ന് കഴിഞ്ഞാൽ അതിന് എന്തെങ്കിലും ഒരു കേട് വന്നു കഴിഞ്ഞാൽ എല്ലാം കൂടെ പൊളിഞ്ഞ് പാടി ഷോ എന്നുള്ളത് വേറൊരു കാര്യം. അങ്ങനെ ഇതുപോലെ ഈ അതുപോലെ തന്നെ മാല ഇട്ടുണ്ടോ, മാല പിടിച്ച് ഒരിച്ചോണ്ട് പോകാം, അങ്ങനെയൊക്കെ പറ്റി പറഞ്ഞ് അതെല്ലാം ഇപ്പോൾ കുറഞ്ഞു വരുന്നുണ്ട്. കാരണം ക്യാമറ ഒക്കെ ഉള്ളതുകൊണ്ട് എപ്പോഴും പെട്ടെന്ന് വേണം പിടിക്കും. പക്ഷേ ഇതുപോലെ ഇവർ ഈ പറയുന്ന പോലെ എന്തിനാണ് വെച്ചാൽ ഇതൊരു എടുത്തൊരു അസറ്റായിട്ട് ചുമ്മാ വെച്ചുകൊണ്ടിരിക്കുന്നതല്ല, ആക്ച്വലി ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു വാസ്തു. ഇന്ത്യ കണ്ട പഴയ സ്വർണം അവിടെ നിന്നെടുത്ത് പൈസ കൊടുക്കുമെന്നൊക്കെ പറഞ്ഞ് കണ്ടു. പക്ഷെ അതൊന്നും പ്രാക്ടിക്കലാവില്ല. അതിനെല്ലാം വേറെ കുറേ ടെക്നിക്കൽ പ്രോബ്ലംസ് ഉണ്ട്. അങ്ങനെയാണ് ഈ കാര്യങ്ങൾ. അപ്പം സ്വർണം മിതമായ രീതി, അതായത് നമുക്ക് ചെറിയൊരു നൈസ് മാല, ഒരു ചെറിയൊരു വള അല്ലെങ്കിൽ ഒരു കമ്മൽ, ഇത് മാത്രമേ ഉപയോഗിക്കുക. അല്ലെങ്കിൽ കൂടി മഞ്ഞ റിസ്റ്റ് ബാൻഡ്, അത് തന്നെ. അതിൽ കൂടുതലൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നഷ്ടമാണ്. അതുപോലെ തന്നെ ഈ പണിക്കൂലി നിങ്ങൾ ബാർഗെയിൻ ചെയ്യുക, മാക്സിമം കുറച്ച് തരിക എന്നുള്ളതാണ്. കാരണം എന്താ പറഞ്ഞാൽ ഇവർ ഇതുപോലെ തന്നെ പണ്ട് കൈവച്ചൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ചാർജാണ് ഇവർ ഈ മെഷീനിൽ അടിച്ച് തന്നെ ഉണ്ടാക്കുന്നത്. ആലോചിച്ച് നോക്കുക, മെഷീനിൽ ചുമ്മാ അടിച്ച് തള്ളുന്ന ബാംഗിൾസിനും ഒരേ ഷേപ്പിൽ അടിക്കുന്ന ബാംഗിളിന് ഇതുപോലെ പണിക്കൂലി എന്ന് പറഞ്ഞ് വാങ്ങിക്കും. പണ്ട് പണിക്കൂലി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സ്വർണ്ണ പണിക്കാരൻ അവിടെ ഇരുന്ന് മെനക്കെട്ട് കുത്തി ഉണ്ടാക്കി അയാളുടെ പണിക്കൂലിയാണ് ചോദിച്ചുകൊണ്ടിരുന്നത്. അതിനുവരെ ഇപ്പം മെഷീനിൽ ഒരു ദിവസം പുള്ളിക്കാരൻ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന 1-2 മാലയെങ്കിൽ ഒരു മെഷീൻ ഇപ്പോൾ 10,000 കണക്കുണ്ടാക്കും. എന്നിട്ട് അതിന് ആ മെഷീനിൻ്റെ പറഞ്ഞ് പണിക്കൂലി എന്ന് പറയും കൊടുക്കും. അതാണ് എൻ്റെ വിറ്റ്. എന്നിട്ട് രസം എന്ന് പറഞ്ഞാൽ ഇത് കുറച്ച് ദിവസം കഴിഞ്ഞ് ഇവർക്ക് തന്നെ തോന്നും ഈ സാധനത്തിൻ്റെ ഷേപ്പ് കൊള്ളില്ല എന്ന്, പിന്നെ കൊണ്ട് എക്സ്ചേഞ്ച് ചെയ്ത് മാറ്റും. അപ്പം ഡബിൾ നഷ്ടമാണ്. എക്സ്ചേഞ്ച് ചെയ്യുന്നതോടുകൂടി ഡബിൾ നഷ്ടമാണ്. അതാണ് സ്വർണ്ണത്തിൻ്റെ എക്സ്ചേഞ്ച് വാല്യൂയുടെ പ്രത്യേകത. നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ അതിൻ്റെ പണിക്കൂലിയുടെ സംഭവം പോവും, പുതിയതിൻ്റെ പണിക്കൂലി നമ്മൾ എക്സ്ട്രാ കൊടുക്കുകയും ചെയ്യും. പിന്നെ ഈ പറഞ്ഞതുപോലെ ഗ്രാം കുറച്ച് വരുമ്പോൾ എങ്ങനെയാണെങ്കിലും കുറച്ച് മില്ലിഗ്രാമെങ്കിലും വ്യത്യാസം വരും കൊടുക്കുമ്പോൾ, അതും പോവും. അതാണ് എൻ്റെ കണ്ടീഷൻ. പഴയ ഫാഷനിലുള്ളത് ഇട്ടുകൊണ്ട് നടക്കാനും പറ്റില്ലെന്ന് പറഞ്ഞിരിക്കും. ഇങ്ങനെയാണ് ഈ സ്വർണ്ണത്തിൻ്റെ ചരിത്രങ്ങൾ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.